ജീവിതത്തിൽ ക്ഷമ ഒട്ടും തന്നെ ഇല്ലാത്ത ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ കഥ നിങ്ങളൊന്ന് കേട്ടു നോക്കണം. ശ്രദ്ധിക്കുക, ഈ കഥ മുഴുവൻ കേൾക്കുവാനുള്ള ക്ഷമയെങ്കിലും നിങ്ങൾ ആദ്യം തന്നെ കാണിക്കണം. ഒരിക്കൽ പെട്ടെന്ന് ജീവിതത്തിൽ സക്സസ്ഫുൾ ആവണം എന്ന ആഗ്രഹമുള്ള ഒരാൾ ഒരു സന്യാസിയെ കാണുവാൻ വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ വിജയിക്കണം. ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തു നോക്കി, പക്ഷേ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. എനിക്ക് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണം. ഈ കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ ഇയാൾക്ക് ഒട്ടും ക്ഷമയില്ല എന്ന് സന്യാസിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് ഇയാൾക്ക് സക്സസ്ഫുൾ ആകുവാൻ കഴിയാത്തതും. ഇതോടുകൂടി സന്യാസി പറഞ്ഞു, നിനക്ക് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ആദ്യം നല്ല ക്ഷമ വേണം. അതിന് ഞാനൊരു ചെറിയ കഥ പറഞ്ഞു തരാം. അങ്ങനെ സന്യാസി ഒരു കഥ പറയുവാൻ തുടങ്ങി. ഒരിക്കൽ ഒരു രാജാവ് ഒരു വേട്ടയ്ക്ക് പോയതായിരുന്നു. അവിടുന്ന് അദ്ദേഹത്തിന് വഴി തെറ്റിപ്പോയി. രാത്രിയാകുവാനും തുടങ്ങി. രാജാവ് വേഗം ഒരു കുന്നിൻ്റെ മുകളിൽ പോയിട്ട് അവിടെ ചുറ്റുമെങ്ങും ഗ്രാമങ്ങളോ വീടുകളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. എന്നാൽ അടുത്തെങ്ങും തന്നെ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് നോക്കുമ്പോൾ ദൂരെ ഒരു വെളിച്ചം അദ്ദേഹം കണ്ടു. രാജാവ് വേഗം അതിനടുത്തേക്ക് നീങ്ങി. അങ്ങനെ അതിൻ്റെ അടുത്തെത്തിയപ്പോൾ അതൊരു ചെറിയ കുടിലാണ് എന്ന് മനസ്സിലായി. ആ കുടിലിൻ്റെ അകത്ത് ഒരു പ്രായമായ സ്ത്രീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ സ്ത്രീ ഈ രാജാവിനെ കണ്ടപ്പോൾ വിചാരിച്ചത് അയാളൊരു ഭടനാണ് എന്നാണ്. ആ സ്ത്രീ വേഗം രാജാവിന് കുടിക്കാനായിട്ട് കുറച്ച് വെള്ളം കൊടുത്തു. രാജാവിനാണെങ്കിൽ നന്നായിട്ട് വിശക്കുന്നുമുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കിയ ആ സ്ത്രീ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തു. ഭക്ഷണം നല്ല ചൂടുള്ളതായിരുന്നു. എന്നാൽ വിശപ്പ് കാരണം ഇത് ശ്രദ്ധിക്കാതെ രാജാവ് ആ ഭക്ഷണത്തിൽ ഒന്നായിട്ടങ്ങ് കൈയിട്ടു. അതോടെ രാജാവിൻ്റെ കയ്യിൽ ചെറുതായി അങ്ങ് പൊള്ളി. ഇത് മാത്രമല്ല, പാത്രത്തിൽ നിന്ന് പുറത്തേക്ക് കുറച്ച് ഭക്ഷണം പോവുകയും ചെയ്തു. അപ്പോൾ ഇത് കണ്ട ആ സ്ത്രീ പറഞ്ഞു, നിങ്ങളും നമ്മുടെ രാജാവിനെ പോലെ തീരെ ക്ഷമയില്ലാത്ത ഒരാളാണല്ലേ. അതോടെ രാജാവ് ചോദിച്ചു, അതെന്താ നമ്മുടെ രാജാവ് തീരെ ക്ഷമയില്ലാത്ത ഒരാളാണെന്ന് പറയാൻ കാരണം? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, രാജാവിൻ്റെ അത്യാഗ്രഹം കാരണം രാജാവ് ആദ്യം വലിയ രാജ്യങ്ങളെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുവാനാണ് ശ്രമിക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് രാജാവിന് ഒരുപാട് ഭടന്മാരെ നഷ്ടമാകുന്നുണ്ട്. ഇപ്പോൾ ഞാൻ തന്ന ഭക്ഷണം കുറച്ചായി ഒരു അരുവിൽ നിന്ന് എടുത്ത് കഴിച്ചിരുന്നുവെങ്കിൽ താങ്കളുടെ കൈ പൊള്ളില്ലായിരുന്നു, പുറത്തേക്ക് ഭക്ഷണം പോവുകയുമില്ലായിരുന്നു. അതുപോലെ തന്നെ ആദ്യം ചെറിയ ചെറിയ രാജ്യങ്ങളെ കീഴടക്കുകയാണെങ്കിൽ രാജാവിന് അധികം ഭടന്മാരെ നഷ്ടമാവില്ല, തൻ്റെ അംഗബലം കൂട്ടുകയും ചെയ്യാം. അങ്ങനെ വലിയ രാജ്യങ്ങളെ കീഴടക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് കേട്ടതും രാജാവിന് തൻ്റെ തെറ്റ് മനസ്സിലായി. എന്ത് കാര്യത്തിനും ക്ഷമ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണെന്നും തിടുക്കവും അത്യാഗ്രഹവും ഒഴിവാക്കണമെന്നും രാജാവിന് മനസ്സിലായി. അങ്ങനെ കഥ അവസാനിപ്പിച്ചതിന് ശേഷം സന്യാസി പറഞ്ഞു, നിനക്കിപ്പോൾ മനസ്സിലായോ ജീവിതത്തിൽ വിജയിക്കുവാൻ ക്ഷമ എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന്? നീ ഒരു മാവിൻ്റെ വിത്ത് കുഴിച്ചിട്ടാലും അടുത്ത ദിവസം നിനക്ക് ആ മാങ്ങ കിട്ടില്ല. അതിന് കുറച്ച് സമയമെടുക്കും. നീ ആ മരത്തെ പരിപാലിക്കണം, വെള്ളമൊഴിക്കണം, വളമിടണം. അങ്ങനെ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ മാത്രമേ അതിൽ നിന്ന് നിനക്ക് മാങ്ങ കിട്ടിത്തുടങ്ങുള്ളൂ. അതുപോലെ നിനക്ക് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നിരന്തരമായി അധ്വാനിക്കണം, കഷ്ടപ്പെടണം. അങ്ങനെ ആദ്യം ചെറിയ ചെറിയ കാര്യങ്ങൾ നീ നേടിയെടുക്കും. അതിലൂടെ മാത്രമേ നിനക്ക് വലിയ കാര്യങ്ങളിലേക്ക് നീങ്ങുവാൻ കഴിയുള്ളൂ. അല്ലാതെ ഒട്ടും ക്ഷമയില്ലാതെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് നിന്നെ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് നയിക്കും.